അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, ശബ്ദം ശ്രവിക്കുന്ന ഈ സ്നേഹ പൂന്തോട്ടത്തിലെ കൂട്ടുകാരെ, മാരിഫിന്റെ ഈ തിരുമുറ്റത്ത് സർഗ വസന്തം പെയ്തിറങ്ങുന്ന ഘട്ടത്തിൽ ഞാൻ ഒരു കഥ പറയാം. എന്റെ കഥയുടെ പേര് ആട്ടിടയന്റെ പ്രയാണം. എല്ലാ പ്രവാചകന്മാരും ചരിത്രത്തിൽ ആട്ടിടയന്മാരായിട്ടുണ്ട്. ആട്ടിൻപറ്റത്തെ മേച്ചടവർ സമൂഹത്തെ സൽവരിലാക്കാൻ പരിശീലിപ്പിച്ചത് അന്ത്യപ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആടുകളെ മേച്ചിട്ടുണ്ട്. ഇതാ ഒരു ആട്ടിടയന്റെ മനോഹരമായ സംഭവത്തിലേക്ക്. മുത്തുനബി തങ്ങളും ഒറ്റ ചങ്ങാതി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും മക്കയിലെ ഒരു വലിയ മലഞ്ചെരിയിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. വഴിയരികിൽ അല്പം അകലെ വലിയൊരു ആട്ടിൻകൂട്ടത്തെയും അവയെ മേക്കുന്ന ഒരു ആട്ടിടയനെയും അവർ കണ്ടു. പാറക്കൂട്ടങ്ങളിലൂടെ നടന്നു നീങ്ങിയ മുത്തുനബി തങ്ങൾക്കും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും നല്ല ദാഹമുണ്ടായിരുന്നു. ആട്ടിടയൻ അരികിലെത്തിയതും ഈ ആടുകളിൽ നിന്ന് കുടിക്കാൻ അല്പം പാൽ നൽകുമോ എന്ന് ഇരുവരും ചോദിച്ചു. ആട്ടിടയൻ പറഞ്ഞു, ഞാനൊരു വിശ്വസ്തനായ ഒരു ഇടയനാണ്. എന്റെ യജമാന്റെ സമ്മതമില്ലാതെ ഈ ആടുകളിൽ നിന്ന് എനിക്ക് പാൽ നൽകാനാവില്ല. ഉഖബത്ത് ബിനു അബീ മുആദിന്റെ ആടുംകൂട്ടങ്ങളായിരുന്നു അത്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന പാത്രത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ചോദിച്ചു, കൂട്ടത്തിൽ പ്രസവിക്കാത്തതോ കറവ് പറ്റിയതോമായ ആടുകളുണ്ടോ? അതെ, ഉണ്ട്. ഇടയൻ ആട്ടിൻപറ്റത്തിൽ നിന്നും കറവ് പറ്റിയ ഒന്നോ രണ്ടത്തെ കാട്ടിക്കൊടുത്തു. മുത്തുനബി തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ നിന്ന് ഒരെണ്ണത്തെ പിടിച്ചു. ശേഷം അല്ലാഹുവിന്റെ നാമം ഉരുവിട്ട് അതിന്റെ അകുടിൽ തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. ഇതെല്ലാം അതീവ ശ്രദ്ധയോടെ ആട്ടിടയൻ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇതാ അത്ഭുതം, അത്യത്ഭുതം! വറ്റിക്കിടന്ന ആടിന്റെ അകുട് മറ്റുള്ളതിനേക്കാൾ മനോഹരമായി നിറഞ്ഞു നിൽക്കുന്നു. ഉടനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊണ്ടുവന്ന പാത്രത്തിലേക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പാൽ കറന്നെടുത്തു. ശേഷം രണ്ടുപേരും മതിവോളം കുടിക്കുകയും ബാക്കിയുള്ളത് ആട്ടിടയന് കുടിക്കാൻ നൽകുകയും ചെയ്തു. ആട്ടിടയന്റെ മനസ്സിലേക്ക് മുത്തുനബിയോടുള്ള അതിരുകളില്ലാത്ത സ്നേഹം അത് തീരത്ത് ചുംബിക്കുന്ന തിരമാലകളെ പോലെ ആട്ടിടയന്റെ മനസ്സിലേക്ക് വാരി പുണർന്നപ്പോൾ ഏറെ ഐശ്വര്യത്തോടെ ആ പാൽ വാങ്ങി കുടിച്ചു. മുത്തുനബി തങ്ങൾ ഒരു വിട്ടം ദിവ്യവചനങ്ങളും അതിനുശേഷമുണ്ടായ ഈ അത്യത്ഭുതവും ആട്ടിടയന്റെ മനസ്സിന് വല്ലാതെ സ്വാധീനിപ്പിച്ചിരുന്നു. മുത്തുനബിയെ സമീപിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഒരു വിട്ടം ആ മനോഹരമായ വചനങ്ങൾ എനിക്കും പഠിപ്പിച്ചു തരാമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന്റെ തല തടവുകയും ദുആ ചെയ്യുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ഈ സംഭവം ആട്ടിടയനെ ഇസ്ലാമിലേക്ക് എത്തിക്കുകയും ചെയ്തു. ആട്ടിൻകൂട്ടത്തിങ്ങളെ ഏറ്റവും വേഗത്തിൽ മേച്ചു നടന്ന ആട്ടിടയൻ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? പിൻകാലത്തു സ്വഹാബിമാരിൽ പ്രമുഖ പണ്ഡിതൻ, മുത്തുനബിയുടെ ചെരുപ്പുവാഹകനും രഹസ്യ സൂക്ഷിപ്പുകാരനുമായി തുടങ്ങിയ നിരവധി വിശേഷങ്ങൾക്ക് ഉടമയായി തീർന്ന അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ കഥയിലൂടെ എന്താണ് വായിച്ചെടുക്കാൻ കഴിഞ്ഞത്? മുത്തുനബിയുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ടറിഞ്ഞ് സ്വഹാബിയായി മാറിയ ആട്ടിടയന്റെ പ്രയാണം നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ആ മുത്തുനബിയോട് സേവിച്ചു മരിക്കാൻ അല്ലാഹു നമുക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് എന്റെ ഈ കൊച്ചു കഥ ഞാൻ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും.